ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജെനി. മലയാളത്തിൽ നിന്ന് ഗിർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, തമിഴിൽ നിന്ന് മഹാരാജ, പിന്നെ വേറെ കുറെ സിനിമകളുണ്ട്. എന്നാലും പ്രധാനമായിട്ടും ഞാൻ കാത്തിരുന്ന സിനിമകൾ ഇതായിരുന്നു. രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ഏത് കാണണം എന്നൊരു സംഘർഷം ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോഴും ഇതേ കൺഫ്യൂഷൻ ആയിരുന്നു. ഏതെടുക്കണം, ഏത് കാണണം, ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് മഹാരാജയുടെ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മാസ് ആക്ഷൻ ആ ജോണറിൽ വരുന്ന സാധനം ആയതുകൊണ്ട് അത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഗിർ മലയാളത്തിന്റെ ഒരു സിനിമ ആയതുകൊണ്ട് അതും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അവസാനം വരെ കാത്തിരുന്ന് അവസാനം നോക്കിയപ്പോൾ നമ്മുടെ എന്റർടൈൻമെന്റ് കിഴി മച്ചന്മാരിലെ റൗഫത്ത് ഈ മഹാരാജയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരാളെങ്കിലും ഉണ്ടല്ലോ, ധൈര്യമായിട്ട് നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആകെ 4 പേരേ ഉള്ളൂ. എന്തായാലും ഫൈനലി തിയേറ്ററുകാർ സിനിമ ഇട്ട് തന്നു. അങ്ങനെ മഹാരാജയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി കാണാനിരുന്നു. ഇതിന്റെ റിലീസ് ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മുതൽ ഇതിന്റെ പ്രതീക്ഷ ഭയങ്കരമായിരുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കാണാതിരിക്കുന്നത്. തുടക്കം തന്നെ അധികം വലിച്ചെഴുക്കലും എഴുത്തും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് സിനിമയിലേക്ക് ഇറങ്ങണം. അപ്പൊ തന്നെ പാതി സമാധാനമായി, കൊള്ളാം, നല്ല തുടക്കം എന്ന് പറഞ്ഞു. അങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ പോയി 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 ഏറ്റവും എൻഡിലെ അവസാനത്തെ ഷോട്ട് വരെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അപ്പ് 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 എന്ന് പറഞ്ഞ മുകളിലേക്കാണ് സിനിമ കയറി പോകുന്നത്. ഇതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ മുതൽ അങ്ങനെ ഒരു ഡൗൺ ആയിട്ട് താഴത്തേക്ക് ഒരു ഇറക്കമേ ഇല്ല. കേറി 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 ഇങ്ങനെ പോകണം. അങ്ങനെ അവസാനം വരെ ത്രില്ലടിച്ച് കണ്ട, ശരിക്കും ഗംഭീരം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ. ഒരു സിനിമേന്റെ ബേസ് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അതിന്റെ സ്ക്രിപ്റ്റ് ആണ്. ആദ്യം സ്ക്രിപ്റ്റിന് കൊടുക്കണം കയ്യടി. കാരണം ഒരു പക്ക ക്ലീഷേ ആകാവുന്ന ഒരു കഥയെ അത്ര ഡിഫറെന്റ് ആയിട്ട്, അത്ര വെറൈറ്റി ആയിട്ട് മേക്ക് ചെയ്ത് അതിന്റെ ഓരോ സീനും ഇങ്ങനെ നമ്മളെ ആ ഒരു ഉദ്വേഗം ഉണ്ടല്ലോ, അതിലിങ്ങനെ മുൾമുനയിൽ നിർത്തി 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 ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പഞ്ചിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ക്രിപ്റ്റ്. കാരണം ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എന്താന്ന് പറയില്ല, സ്പോയിലർ ആയി പോകും. ആ ഒരു സാധനം വെച്ചിട്ട് ഒരു ക്ലീഷേ സിനിമയെ പക്കയായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടേക്കാണ്. അത്ര ഗംഭീരമായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി, പിന്നെ ഇതിന്റെ ഓഫ്കോഴ്സ് ഡയറക്ഷനൊക്കെ ബ്രില്യൻ ഡയറക്ഷൻ. ഏറ്റവും എൻഡിൽ ഒരു സാധനം ഉണ്ട്, അത് ഇതിന്റെ ഒരു പ്രധാന സംഭവമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഒരു ചോര ഇങ്ങനെ വന്ന് നിറയുന്ന ഒരു സംഭവമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത് ചെയ്തിരിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര വാവ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഗംഭീരമായിട്ടാണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ്, ഓഫ് കോഴ്സ് വീണ്ടും തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് നായകന്റെ പ്രകടനമാണ്. അതായത് നമ്മുടെ സേതുപതി ഇങ്ങനെ നിറഞ്ഞാടാണ് സിനിമയിൽ. എന്ത് തരം ക്യാരക്ടറാണ്! ഒരു സമയത്ത് നമ്മൾ തോന്നുന്നത് സൈക്കോ ആണോ, ഒരു സമയത്ത് ഇയാൾ ഭ്രാന്തനാണോ എന്ന് തോന്നിപ്പോ, ഒരു സമയത്ത് ഇയാൾ എത്ര നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തരം ഇമോഷൻസിനെയും കറക്റ്റ് മീറ്ററിൽ പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ടു ദ ഡോട്ട് എന്ന് നമ്മൾ പറയില്ലേ, ടു ദ ഡോട്ട്. അതായത് ആ ഒരു ഫൈനൽ ഫുൾ സ്റ്റോപ്പ് വരെ, അവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹത്തിന്റെ നോട്ടം, അദ്ദേഹത്തിന്റെ ചില കണ്ണിൽ വരുന്ന ഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്, അദ്ദേഹത്തിന്റെ നടത്തം, കാലില് ഒരു ഇങ്ങനെ കൊക്കി കൊക്കി നടക്കുന്ന ഒരു സംഭവമുണ്ട്, അദ്ദേഹത്തിന്റെ ചിരി, അദ്ദേഹത്തിന്റെ ചില സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 പറയുന്നത്. അപ്പൊ അയാളുടെ മുഖത്ത് വരുന്ന മാറ്റം, ഈ ആക്ഷൻ സീനിലൊക്കെ ചില സൈലൻസ് വരുന്ന ചില സംഭവങ്ങളുണ്ട്. ഒരു വലിയൊരു മാസീവ് സാധനം കഴിഞ്ഞിട്ട് വരുന്ന ഒരു സൈലൻസ് ഉണ്ട്. ആ സൈലൻസിന് പോലും എന്തൊരു ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത് അറിയോ. ആ സമയത്തുള്ള ചില മൂളലുകൾ, അയാളുടെ ദേഷ്യം കാണിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പുള്ളി അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അയാളുടെ കയ്യിൽ ഇങ്ങനെ ഭദ്രമാക്കിയിട്ടാണ് ആ സീനിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പോകുന്നതിനൊപ്പം നമ്മളിങ്ങനെ പിന്നാലെ പോവണം. പിന്നെ ഇതിലെ വില്ലൻ അനുരാഗ് കശ്യപ്, അയ്യോ, സൂപ്പർ പെർഫോമൻസ് ആണ്. അത് വില്ലനായിട്ട് നിൽക്കുന്നതും ശരി, അതല്ലാണ്ട് 2 ഷെയ്ഡ്സ് ഉണ്ട് ഈ ക്യാരക്ടറിന്. രണ്ടും കെഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വില്ലത്തരം കാണിക്കുമ്പോഴും ചില സ്ഥലത്ത്, അതായത് എന്താ പറയുക, കള്ളനായിയാണെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു റോള് ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അയാളുടെ ഒരു എവിടെയോ അറിയാത്തൊരു ഇത്രയും ചെറ്റയായിട്ടുള്ള ഒരാള്, ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി, പക്ഷെ പെർഫോമൻസ് കൊണ്ടും അവിടുത്തെ BGM കൊണ്ടും നമുക്കത് അയാളുടെ ഒരു പാവം, എവിടെയോ അറിയാത്തൊരു മമത നമുക്ക് അയാൾ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാളുടെ ആ 2 ഷെയ്ഡ്സ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് വന്നിട്ടുള്ള മറ്റാളുകൾ, പോലീസായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ, പിന്നെ അഭിരാമിയുടെ ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളായിട്ട് ചെയ്തിരിക്കുന്ന, അതായത് നായകന്റെ മകളായിട്ട് വന്നിരിക്കുന്ന ആ കുട്ടി, അതൊക്കെ
വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സീൻസിലും എടുത്തു പറയേണ്ടതാണ്, ഓരോ സീനിന്റെയും ഡെപ്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ സീനിൽ ഒരു 4 പേര് ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ബൈക്കിലൊരു യാത്രയാവാം, അല്ലെങ്കിൽ നൈറ്റിലുള്ള ഏതെങ്കിലും ഒരു ഷോട്ടാവാം, അല്ലെങ്കിൽ ഒരു വീടിന്റെ ഷോട്ടാവാം. പക്ഷെ നമുക്ക് ആ ഡെപ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കളറിങ്ങും അതിലെ മ്യൂസിക്കും ആ ഒരു ഷോട്ടിന്റെ ഭംഗിയും അത് എടുത്തിരിക്കുന്ന രീതിയും എല്ലാം കൊണ്ടും നമുക്ക് കറക്റ്റ് ഭയങ്കര ഡീപ്പായിട്ടാണ് ഓരോ സീനിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത്. അത് ഓരോ സീൻ കാണുമ്പോഴും അതിലെ പ്രേക്ഷകന് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ നമ്മൾ കൺവിൻസ്ഡ് ആവും. അത്രയും കൺവിൻസിങ് ആയിട്ടാണ് ഓരോ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ആർട്ട് വർക്ക്, അതിലെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അതിലെ മറ്റു ചില ഒബ്ജക്റ്റുകൾ, ഇതൊക്കെ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പ്രസന്റിൽ കാണിക്കുന്നത് പെട്ടെന്ന് ഫ്യൂച്ചറിലേക്ക് അല്ല, എന്താ പറയാ, ഫ്യൂച്ചറിലേക്ക് തന്നെയാണോ? അല്ല, ഫ്യൂച്ചർ ഭാവി അല്ല, എന്തായാലും മുന്നത്തെ പഴയ കാലത്തിലേക്കും അത് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടവും പഴയ കാലഘട്ടവും അത് അങ്ങനെ അങ്ങനെ ആ ഒരു മാറ്റമൊക്കെ നമുക്കത് ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണത് അത്രയും ആ സീൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഓ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. കാരണം ആ ഒറ്റ ഫ്ലോ ആണ് ഞാൻ പറയുന്നത്. ഒരൊറ്റ ഫ്ലോയിലാണ് സിനിമ പോകുന്നത്. പക്ഷെ പറയുന്നത് ചിലപ്പോൾ പ്രസന്റിൽ നിന്ന് നേരെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടാവാം. അത് ആ സീൻ കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. കാരണം ഇവിടെയും ഒരു കട്ട് ചെയ്തിരിക്കണതൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. അത്ര നീറ്റായിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട അതിന്റെ സൗണ്ട് മിക്സിങ്, പിന്നെ ബിജിഎം ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. ബിജിഎം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു വിജയ് പടത്തിലോ അല്ലെങ്കിൽ ഒരു രജനി പടത്തിലോ അല്ലെങ്കിൽ ഒരു തല പടത്തിലോ ഒക്കെ വരുന്ന, ഞാൻ പറയുന്നത് കുറ്റമായിട്ട് പറയുന്നല്ല, അവർക്കൊക്കെ ഒരു ഹീറോയിക് സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ബിജിഎമ്മോ കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇത് പക്കയാണ്. നമുക്കിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവും ചില സമയത്ത്. ചില സമയത്ത് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ. ആ ഒരു ഞാൻ ആ ഉദ്വേഗം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ അതെടുത്തു. നമുക്കിങ്ങനെ അടുത്തത് എന്താണെന്നുള്ള ആ ഒരു സംഭവം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി വരെ നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ ഓ ഇങ്ങനെ ആയിപ്പോ ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്നുള്ള ഒരു ഫീലൊക്കെ കുറെ സ്ഥലങ്ങളിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കണ്ട ഒരു സിനിമയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്, നല്ലൊരു ഡയറക്ഷൻ ആണ്, നല്ല കിടിലൻ പെർഫോമൻസുകളാണ്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കിനാണ് പറയുന്നത്, പക്കാ ക്ലീശ ആയി പോകാവുന്ന ഒരു സാധനത്തിനെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറെന്റ് ആയി, വളരെ വെറൈറ്റി ആയി, നല്ലൊരു കിടിലൻ മേക്കിങ്ങിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്ന ഒരു സൂപ്പർ 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 സിനിമയാണ് ഈ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിന്റെ കളർ ഗ്രേഡിംഗ് അടക്കം എനിക്ക് വീണ്ടും എന്റെ പേര് ആരാ ചെയ്ത് എനിക്കറിയില്ല, പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അത് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ്. ഗിർ ഞാൻ കണ്ടിട്ടില്ല, അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും അതോട് കാണുന്നുണ്ട്. പക്ഷെ വൈകുന്നേരം ക്ലാസ് ഉള്ളതുകൊണ്ട് അതിപ്പോൾ കാണാൻ പറ്റില്ല. ഈവനിങ് കാണുകയാണെങ്കിൽ അതിനുശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. കണ്ട ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെട്ടോട്ടെ. ആ രീതിയിൽ തന്നെ നിങ്ങളുടെ കമന്റുകൾ മറക്കാതെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. വീഡിയോ കാണാം. കാണുന്നവരെ